ഹലോ ഗൈസ്, ഹലോ 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 ഹലോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഒരു 7,000 അടുത്തോട്ടാക്കിയിട്ട് വരാമെന്ന്. അങ്ങനെ നമ്മൾ $6,949 ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ 6,900 പോരാ, നമുക്കൊരു 7,000 അടുത്തോട്ട് വേണമെന്ന് തോന്നണം. നോക്കട്ടെ. സ്റ്റോറേജ് റൂം സെക്ഷൻ ഇത് ലെവൽ 25 വരെ ഫുൾ ഉണ്ട്. 1,800. ഇതൊരു 5,200 7,000 സംതിങ് വേണം. നമുക്കെന്തായാലും ഇന്നത്തെ കട തുറക്കാം. സാധനങ്ങളൊക്കെ ഓൾറെഡി എല്ലാം സ്റ്റോക്ക് ഫുള്ളാണ്. എടാ അത് എങ്ങനെ അപ്പുറത്തെ ഷെൽഫിൽ ഈ സാധനം നിറഞ്ഞി? എടാ കുരുത്തം കെട്ട സ്റ്റോക്കർ. വല്ലാത്ത പ്രശ്നമല്ല അവനെ കൊണ്ട്. ഇത് ഞാനിപ്പോ ഇവിടെ കൊണ്ടുവെക്കും. എടാ പന്ത്രണ്ടെണ്ണാണ് ഒരു പെട്ടിക്കകത്ത് കേട്ടാ. ഇതൊക്കെ ഫുള്ളാണ്. ഈ കുരുത്തം കെട്ടവൻ്റെ ഒരു കാര്യം. ബ്രെഡിന്റെ ഷെൽഫിൽ കയറ്റിട്ട് ആ സാധനം വെച്ചിട്ട് പോയി. ഞാൻ വെച്ചപ്പോ കൈ കെട്ടി വന്നാവും. നമുക്ക് എന്തായാലും ഇന്നത്തെ കട തുറക്കാം. കുറച്ച് സാധനം ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റോക്ക് കുറവുള്ളത്. അപ്പോൾ സ്റ്റോക്ക് ഇന്നത്തെ കച്ചവടം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഫുള്ളാക്കണം. ഇന്നത്തെ പണിയാവും കേട്ടോ ഏറ്റവും കൂടുതൽ പണി വരാൻ പോകുന്നത്. കാരണം സ്റ്റോറേജ് റൂം വലുതാക്കി കുറേ റാക്ക് വാങ്ങിക്കണം. എന്നിട്ട് നമുക്ക് ഫുൾ സാധനങ്ങൾ സെറ്റാക്കി വെക്കണം, ഇതുവരെയുള്ള സാധനങ്ങൾ. എന്നിട്ട് ഞാൻ ഇനി പുതിയ പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങിക്കുന്നുള്ളൂ. ഫുൾ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് കറക്റ്റ് ഒരു സെറ്റപ്പ് ആക്കി വെച്ചിട്ട് ഇനി ഒരു പുതിയതിലോട്ടോ ഒരു പോക്കുള്ളൂ. കാരണം ഇതാവും ഏറ്റവും കൂടുതൽ പണി. ഏതെങ്കിലും ഒരു സാധനം മര്യാദക്ക് വിട്ടുപോയാലേ അത് ചിലപ്പോൾ മറന്നു പോകും. പിന്നെ അത് നമ്മൾ നോക്കില്ല. കുറേ പ്രൊഡക്റ്റിലുണ്ട്, നമ്മൾ അറിയില്ല എന്തൊക്കെ ഉള്ളതെന്ന്. പിന്നെ മറ്റേ ആൾക്കാർ കംപ്ലൈൻറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഈ സാധനം കിട്ടില്ല ആ സാധനം കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അതിപ്പോൾ നമുക്ക് മര്യാദക്ക് വായിക്കാനും പോലും പറ്റുന്നില്ല. ചിലവന്മാർ പെട്ടെന്നാണ് ഈ സാധനം പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അടിച്ചു രണ്ടെടുത്തല്ല. അത്രേ ഉള്ളൂ. അയ്യോ ആ പന്ന ചെറുക്കെ ഇത് കൊടുന്ന് വെക്കും. അല്ലെങ്കിൽ ബ്രെഡ് വെക്കട്ടെ ഇവിടെ. ബ്രെഡ് അത് തീർന്നു. അയ്യോ ഇവിടെ ആരില്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് ഫുൾ മാറ്റാം കേട്ടോ. ഫുൾ ഷോപ്പ് മാറ്റാം. എനിക്ക് വേറൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ കുറേ നോക്കിയപ്പോൾ സാധനം കാണിച്ചില്ല നിങ്ങൾക്ക്. ലൈക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് എന്നുള്ള രീതിയിൽ അവിടെ $98 സെഞ്ചുറി അടിക്കായിരുന്നില്ലേ? $97. താങ്ക് യു. രാവിലെ തന്നെ കൊള്ളാം. ഇന്നത്തെ കച്ചവടം കൊള്ളാം. ഇത് കണ്ടോ, ഇവിടെ കവറായി കിടക്കുന്നത് എന്തോ ഒരു അലമ്പ് ലുക്ക്. അപ്പം നമുക്ക് പ്രൊഡക്ട്സ് പുറത്തോട്ട് കാണുന്ന രീതി സെറ്റ് ചെയ്യണം. പിന്നെ വേറെയും ഇതൊക്കെ ഒന്ന് മാറ്റാണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഒന്ന് സെറ്റാക്കാം. ഇത് ലൈക്ക് ഒരു ഇവിടെ ഇത് നമുക്ക് സ്റ്റോറേജ് റൂം സെറ്റാക്കല. ഇത് ലുക്കൊന്നല്ല, ഇത് നമുക്ക് മാക്സിമം സാധനം കൊള്ളിക്കണം. അതാണ് ഇന്നത്തെ പരിപാടി. നമുക്ക് ഓരോന്നിനും ഒരു 19 സാധനമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു രീതിയിലാക്കണം. ചിലതിന് കുറേ കള്ളികൾ വേണം. അതൊക്കെ ഇപ്പോൾ കറക്റ്റ് കൊടുത്ത് സെറ്റ് ചെയ്യണം. എങ്ങനെയായാലും ഒരു 4 ബോക്സ് കൊള്ളണം എല്ലാ പ്രൊഡക്റ്റിൻ്റെയും. മിനിമം 4 ബോക്സ് കൊള്ളണം. എനിക്ക് അത്രേ ഉള്ളൂ. ആണെങ്കിൽ ഇങ്ങോട്ടോടാ ആള് നിന്ന് 2 പണി എടുക്കുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല, നല്ല ഇറക്കനാണ്. ഫ്രിഡ്ജ് മാറ്റണം. ഫ്രിഡ്ജ് എവിടെ ഇടുന്നാണ് എനിക്കൊരു ഇത് കിട്ടാത്തത്. ഇനി വരുന്ന ഐറ്റംസ് മൊത്തം അറുന്നൂറൊക്കെ ഡീസൻറ്റ്. കോഴിയാണോ?
അപ്പൊ പെണ്ണിന് സ്ഥലം വിട്ടു കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ. ആ പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയിരുന്നു. ലൈക്ക് ഏത് വീഡിയോ ഇട്ടാലും എല്ലാവർക്കും സൂപ്പർ മാർക്കറ്റ് അത് മതി. അപ്പോൾ സൂപ്പർ മാർക്കറ്റ് വീഡിയോസ് ഡെയിലി രാവിലെ 10 മണിക്ക് സൂപ്പർ മാർക്കറ്റ് വീഡിയോസും ഈവനിങ് വേറെ ഏതെങ്കിലും ഗെയിമിൻ്റെ വീഡിയോസും അങ്ങനെ ഇട്ടാൽ മതിയോ? രാവിലെ 10 മണിക്ക് ലൈക്ക് ഡെയിലി സൂപ്പർ മാർക്കറ്റ് ഓൺലി, പിന്നെ 5:30 വേറെ ഏതെങ്കിലും ഗെയിം ഉണ്ടെങ്കിൽ അതിൻ്റെയും കൂടി. വേറെ കുറേ സിമുലേറ്റർ തുടങ്ങിയിട്ടുണ്ടല്ലോ, നിങ്ങൾ കണ്ടു കാണും. മറ്റേ നമ്മളെ സ്ട്രീമർ ലൈഫ് തുടങ്ങിയിട്ടുണ്ട്, പിന്നെ ഗ്യാസ് സ്റ്റേഷൻ തുടങ്ങുന്നുണ്ട്, പിന്നെ വേറെ കഫേ ഉണ്ട്, കെബാബ് ഉണ്ട്. അതൊക്കെ സിമുലേറ്ററാണ്. അതൊക്കെ നമുക്ക് ലൈക്ക് ഇങ്ങനെ കുറേ എപ്പിസോഡ് വരാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ മാറി 5:30 ഇടാം. ലൈക്ക് രാവിലെ 10 മണിക്ക് സൂപ്പർ മാർക്കറ്റ് ഓൺലി ആക്കുകയാണെങ്കിൽ ആക്കാം, നിങ്ങൾ പറ. അല്ലെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്തിട്ട് 5:30 ഡെയിലി മാറി വരും. പക്ഷെ എല്ലാ വീഡിയോസിൻ്റെയും ലൈക്ക് വേറെ ഗെയിംസിൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ കമൻറ്റ് വരുന്നത് ഇന്ന് സൂപ്പർ മാർക്കറ്റില്ല എന്നാ. ഏതാ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഫാൻസ്? ആ ടോയ്ലറ്റ് പേപ്പർ പ്രശ്നമാണ്. എൻ്റെ പൊന്നോ, എന്ത് സ്ഥലം കളയുന്നത് അറിയത്. 7800 ആയി ഏട്ടാ. 23.5 ഇതിന് കുറവുണ്ടാ? ഇതൊക്കെ എനിക്ക് സെക്ഷൻ ആക്കണമെന്നുണ്ട്. ഈ ഡിഷ് വാഷിങ്ങിൻ്റെ സാധനങ്ങളൊരു സെക്ഷൻ, പിന്നെ ഇങ്ങനത്തെ സിറിയൽ ഇതൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് എടുക്കുന്നത്. സിറിയൽ അവിടെ ഒരെണ്ണത് അവിടെ ഇരിക്കുന്നത്. അങ്ങനത്തെ എല്ലാം വേറെ ആക്കണം എന്നുണ്ട്. അത് ഞാൻ പറഞ്ഞത്. ലൈക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ച് ലെങ്തി ആയിരിക്കും ആ വീഡിയോ. ഫുള്ളൊന്ന് സെറ്റപ്പ് ആക്കാനുണ്ട്, കുറച്ച് കാശ് പൊട്ടിക്കാം. അത് പ്രശ്നമില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്കൊരു $10,000 അങ്ങോട്ട് പൊട്ടിക്കാം. എന്ത് പറയുന്നു? ഗ്രൈൻഡ് ചെയ്യേണ്ടി വരും ഞാൻ. ഇങ്ങനത്തെ ഈ പൊട്ടിക്കണ കാശിൻ്റെ ലൈക്ക് ആ ഒരു വീഡിയോസൊക്കെ വരുമ്പോൾ ഞാൻ ഓഫ്ലൈനിൽ ഇന്ന് ഇഷ്ടം പോലെ ഗ്രൈൻഡ് ചെയ്യണം. $10,000 ഒക്കെ. ഇതൊക്കെ ഞാൻ ഇന്നലെ ഒരു 1-2 മണിക്കൂർ ഇന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടാവും ഈ 7,000 ആക്കാൻ. എന്ത് ആർക്ക് വെയിറ്റ് ചെയ്യുന്നു? അതിലായിട്ട് ഇട്ടുതരാം. അവിടെ സീനിയർ സിറ്റിസന് വെയിറ്റ് ചെയ്ത് കൊടുക്കുന്നു കേട്ടാ. ഏതാ ഇവിടെ നടന്നു വരുന്ന സ്ലോ മോഷൻ്റെ ടൈം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കോട് ബില്ലടിച്ച് ചേർക്കായിരുന്നു. ആ പെണ്ണിൻ്റെ 804. അയ്യോ, രണ്ട് 10 ഈ ചില്ലറ കൊടുക്കാണ്ടിരുന്നല്ലേ ഇനി. അപ്പോൾ അമ്മമാരിപ്പം എൻ്റെ മുകളിൽ എഴുതി കാണിക്കും ദിസ് ഈസ് തെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതാ പ്രശ്നം. അത് മാത്രമല്ല കടറെ എന്തോ കുറയുന്നു തോന്നുന്നു. ഇനി ആരും വില കൂടുതലൊന്നും അറിയില്ല കേട്ടാ. ഞാൻ ലൈക്ക് ഏറെക്കുറെ ഒരു 30-40 സെൻറ്റ് വ്യത്യാസത്തിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് സാധനം മൊത്തം. പിന്നെ നമ്മളെ തമിഴിലൊക്കെ എങ്ങനെയുണ്ട്? തമിഴിലൊക്കെ ചെയ്യുന്നത് നമ്മളെ അബുവാണ് കേട്ടാ. ലൈക്ക് അബുവിൻ്റെ ചാനലിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. റോക്സി എന്നാണ് പേര്, റോക്സി. ഡിസ്ക്രിപ്ഷനിലുണ്ട്, തമ്പനയിൽ നിന്നുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നോക്കി നോക്കുക. 11 ഷോർട്സൊക്കെ ഇടുന്നതാണ്. സെറ്റാണ്, നോക്കൂ. എത്ര തമിഴിൽ ഒരാൾ ചെയ്തുതരും. ഒരു ദിവസം 3-4 തമിഴിലൊക്കെ ഞാൻ ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് ഞാനൊരു ആഴ്ചത്തേക്കുള്ള ഇങ്ങനെ സെറ്റാക്കി വെക്കും. തലവെട്ടാണ് അവൻ്റെ മെയിൻ. ഇത് നമ്മുടെ GTA കേട്ടൻ്റെ തലയാണ്. അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞതാണ്. സിറ്റി ലൈവ് കാണാത്തവരുണ്ടെങ്കിൽ കേട്ടോ. വെക്ക് സാർ. $100 $28 ബാക്കി കൊടുക്കണം. ഇതൊക്കെ സ്റ്റോക്ക് വെക്കുന്നുണ്ടാണോ അവിടെ? നമ്മോട് ഇവിടെ വന്ന് കംപ്ലൈൻറ്റ് വരണ്ടിരുന്നു കേട്ടാ. നമ്മളാണ് ഓണർ എന്ന രീതിയിൽ നമ്മൾ ക്യാഷ്യർ നിൽക്കുന്ന സ്ഥലത്ത് വന്നിട്ട് കംപ്ലൈൻറ്റ് വരണ്ടിരുന്നു. ഈ സാധനമല്ല, ഈ സാധനത്തിൻ്റെ വില കൂടുതലാണ്. അപ്പോൾ നമുക്ക് അപ്പോൾക്കപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റി. ഇത് അവരവിടെ നിന്നിട്ട് തോന്നിയ പോലെ വിളിച്ചറിഞ്ഞിട്ട് പോകും. നമ്മളവിടെ ഒന്നും കാണില്ല. അവരും മണ്ടന്മാർ. നിങ്ങളിങ്ങനെ ബോട്ടിനെ പോലെ ബിഹേവ് ചെയ്യരുത് കേട്ടാ. കുറച്ച് ഇത് കാണിക്കൂ. അയ്യോ, ഇത്ര സാധനം വാങ്ങിയ ആളെടുത്താണ് ഞാനീ പറഞ്ഞത്. ഒന്നല്ല സാർ, സോറി, ചെറിയൊരു പ്രശ്നമുണ്ട്. $200. $122. $122 സാധനം വാങ്ങിയവൻ. $122 സാധനം വാങ്ങി. അവൻ്റെ അടുത്താണ് ഞാൻ ഇപ്പോൾ ക്ലാസ് എടുത്തോർത്ത്. പാവം. എവിടെ പോണു?
ഇന്നലെ ഇന്നലെ പണിയായിരുന്നു. അത് ഇന്നലെ ടൈം എടുത്തത്. ലൈക്ക് ഇന്നലെ ഞാൻ അവിടെ ഫുൾ സാധനങ്ങൾ കയറ്റി ഇവിടെ ഇഷ്ടം പോലെ സ്റ്റോർ ചെയ്ത് വെച്ചത്. ഇതൊക്കെ കണ്ടു, ഇതൊക്കെ ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചതാ. ഇപ്പം സാധനം മൊത്തം സ്റ്റോർ ചെയ്ത് വെച്ചായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇന്ന് കുറവ് പണി, പെട്ടെന്ന് കാശും കിട്ടി കുറേ. കാരണം ആരും സാധനങ്ങളൊന്നും സ്റ്റോക്ക് ഔട്ട് ആവല് കുറവാണ്. ടോയ്ലറ്റ് പേപ്പറൊന്നും ആരും വാങ്ങിയില്ല, വില കൂടുതലാണ് അതിന്. അല്ലല്ല, ഓ ഇത് ഫുള്ളാക്കിയതാ. ഞാൻ ഈ ഒരു സെക്ഷൻ മൊത്തം ഇതാക്കി വെച്ചായിരുന്നു. ടോയ്ലറ്റ് പേപ്പർ നിറച്ച് വെച്ചായിരുന്നു. അതിനാണ് ഏറ്റവും കൂടുതൽ ഇതുള്ളത്. ഇതിലും ചെയ്യാണ്ട് കുറെ. ഇത് മൊത്തം തീർക്കണല്ല, ഈ ഐറ്റംസ് ഫുള്ള് തീർക്കണം. അമ്പോണേയല്ലേ അവിടെ അടച്ചിട്ട് നമുക്ക് സ്റ്റോറേജ് റൂം വാങ്ങിയല്ലേ. ഇന്നത്തെ ലാഭം നോക്കട്ടെ കേട്ടാ. $9,774. അവിടെ $2,000 ദിവസം കൊണ്ട്. ഇതാണ് സ്റ്റോർ ചെയ്ത് വെച്ചുള്ള ലൈക്ക് ആ ഒരു ഇത്. നമുക്ക് ക്യാഷ് അടിക്കാറ് തന്നാ പെട്ടെന്ന് കയറും. കോഫി ഡാർക്ക് റോസ്റ്റ് ഇത്ര. അയ്യോ 8 എടാ ഇന്നലെ ഞാൻ കുറെ പെട്ടി വാങ്ങി വെക്കുകയും ചെയ്തല്ലേ. നമുക്ക് കൊള്ളല ഒന്നുമില്ല, നമ്മൾ ഡീസൻ്റ്. അപ്പോൾ നമുക്ക് അങ്ങനെ എന്താ പറയുക, സ്റ്റോറേജ് റൂം മേക്കിംഗ് മാക്സ് 1800 മിനിറ്റ്. ഓക്കെ, അങ്ങോട്ട് വില അങ്ങോട്ട് കൂടി. ഓ അങ്ങോട്ട് കടറ അത്രയല്ലേ. ഓ എടാ മോനെ, ഇത് ഇത്തിരി പർച്ചേസ്ഡ് ഓൾ സെക്ഷൻസ്. അവിടെ ഇനി വരുവാണോ ഇനി ഇത് ലൈക്ക് എന്താ പറഞ്ഞിട്ടല്ല, അടുത്ത അപ്ഡേറ്റിലൊക്കെ വരുവാണോ സാധനങ്ങൾ. ഇനിയാണ് മെയിൻ കാര്യം. ലൈക്ക് ഇത് വെയിറ്റ് ചെയ്യേ, ഞാനേ എല്ലാം ഒന്ന് ഇതാക്കി വെക്കാണ്ട്. ഞാൻ ഇത് ഫുള്ളൊന്ന് പുറത്തടക്കി വെച്ചിട്ട് വരാവേ. ഒരു അരമണിക്കൂർ എടുത്തിട്ട് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് ഞാനത് മൊത്തം കാലിയാക്കി, എന്നിട്ട് നമുക്ക് ആദ്യം മുതൽ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ച്. അയ്യോ ഇവിടുന്ന് വന്ന് നമ്മൾ ഇത് ഫുള്ളെടുത്ത് സാധനങ്ങൾ ഫുൾ പുറത്തോട്ടിട്ട് ഇത് പൊടിച്ചെടുക്കാൻ പറ്റുമോ? ഇതവിടെ ഇരിക്കട്ടെ, തൽക്കാലത്ത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് അറ്റത്തുനിന്ന് അങ്ങോട്ട് തുടങ്ങാം. ഓരോ ഇത് വെച്ചിട്ട് ഞാൻ ലൈക്ക് പറഞ്ഞല്ലോ, ഓരോ സെക്ഷൻ വെച്ചിട്ട് തിരിക്കാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടുന്ന് ഇവിടെ നിന്ന് ഒരു വേർതിരിക്കല്ലേ, അവിടെ തന്നെ ഇരിക്കട്ടെ. പിന്നെ ഇത് മൊത്തം നമുക്ക് ഇടണം. പക്ഷെ ഓരോ സെക്ഷനായിട്ട് വേർതിരിക്കേണ്ടതാണ് എനിക്ക് ഐഡിയ കിട്ടാത്തത്. കാരണം ഏതെങ്കിലും വിട്ടുപോയാൽ പ്രശ്നമാണ്. ഞാൻ എല്ലാ സാധനവും ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ലൈക്ക് ഇല്ലാത്ത സാധനം ഒരു പാക്കറ്റ് വെച്ചിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 3 6 9 ഇല്ല 6 6 12 12 15 18 21 24 27 30 36 39 42 ഐറ്റംസ് ഉണ്ടാവും. 42 ഐറ്റംസ് കൂടെ ഉണ്ടോ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 7 28 29 30 31 32 33 34 35 36 37 38 39 40 41 42. ഓക്കെ, കറക്റ്റ് 42 ഐറ്റംസ് കൂടെ ഇരിക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ എടുത്ത് സ്റ്റോർ ചെയ്യലാണ് അങ്ങോട്ടുള്ളൊരു പണി. അത് ഞാൻ എന്തായാലും കട്ട് ചെയ്യുന്നില്ല, അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. നിങ്ങൾ കാട്, എൻ്റെ കഷ്ടപ്പാട് നിങ്ങൾ കാണൂ. നോ കട്ടിങ്. അവിടെ ഇതപ്പോ ഇങ്ങനെ ഇടുന്നല്ലേ നല്ലത്. ഇങ്ങനെ ഇടുവാണെങ്കിൽ എത്ര ഇടാൻ പറ്റും നോക്കട്ടെ. 1 2 3. എങ്ങനെ ഇട്ടാലും ഒരു ഗ്യാപ്പ് വരുമല്ലോ. അത് നമുക്ക് ഇത് ഇങ്ങനെ തന്നെ ഇടാം.
ശരിയാ, അവിടെ തന്നെ കിടന്നു. അല്ലെങ്കിലേ പ്രശ്നം. ഇനി ഏറ്റവും പണ്ടുള്ളത് സെക്ഷൻ വൈസ് വേർതിരിക്കുന്നത്. അതൊരു പണിയാണ്. പിടിക്കുന്ന പണിയാണത്. പിടിക്കുന്ന പണി. ഓരോന്നിനും ഓരോ സെക്ഷൻ ഉണ്ടാക്കില്ലേ. ലൈക്ക് ഒരേപോലത്തെ സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് വെക്കണം എന്നാണ് എൻ്റെ ഒരു ഐഡിയ, ഇപ്പോഴത്തെ ഒരു ഐഡിയ. ഈ സ്റ്റോറേജ് റൂമിൻ്റെ വലിയ ഐഡിയ ഇല്ലേ. എന്നാലും നമുക്ക് പെട്ടെന്ന് കുറച്ചും കൂടി ഇത് വാങ്ങിക്കേണ്ടി വരും. പണ്ടത്തെ പോലൊന്നുമല്ല, കടറക്കാട്ടി വലുതപ്പോൾ സ്റ്റോറേജ് റൂം. അപ്പോൾ ശരിക്കും അങ്ങനെ തന്നെയാണല്ലേ വരിക? കടനെക്കാട്ടി വലുത് തന്നെയല്ലേ സ്റ്റോറേജ്? മറ്റേ വെയർ ഹൗസ് ഒക്കെ നല്ല വലുതാവൂല്ലേ? അതെ അതെ അതെ. പക്ഷെ തട്ടിക്കൂട്ട് തെറ്റിപ്പോകും. പക്ഷെ നമ്മളത് അങ്ങനല്ല. ഓ, ഇവിടെ ഒക്കെ ലൈറ്റ് വെക്കണല്ലോ. ഫ്രീസറാ, ഈ ഇവിടെ നിന്നറാ അരപതേ. ആയോ അയ്യോ, ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് ചെറിയ ചെറിയ ഐറ്റംസ് ലൈക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അല്ലേ, അതൊക്കെ ഒരു കള്ളിയിൽ വെച്ചാൽ ലൈക്ക് ഒരു കുറേ ഐറ്റംസ് വെക്കാൻ പറ്റും. എടാ ഇപ്പം നീ എന്താ അതിൻ്റെ ഇടയിൽ കയറിക്കുന്ന? നിനക്ക് പണിയൊന്നുമില്ലല്ലേ? ഒന്നുമില്ല അവിടെ റെസ്റ്റ് എടുത്തു. അവന് പണിയൊന്നുമില്ല. അവൻ്റെ പണിയല്ലേ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, അവന് പണി കൊടുക്കാനുള്ളതല്ലേ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ഷേമതല്ലേ അവൻ. വാങ്ങിക്കണം റാക്ക് വാങ്ങിക്കണം. ഇഷ്ടം പോലെ റാക്ക് വാങ്ങിക്കണം. ഞാൻ കയ്യിലുള്ള കാശിന് മൊത്തം റാക്ക് വാങ്ങിക്കാൻ പോയേട്ടാ. കയ്യിലുള്ള കാശ് ഫുൾ സ്പെൻഡിങ് ഫോർ റാക്ക്. എടാ വേറെ ഐഡിയ ഉണ്ട്. ഇറ്റേ സെറ്റിങ്സിൽ പോയിട്ട് മൗസിൻ്റെ സെൻസിറ്റിവിറ്റി ഫുള്ള് കുറക്കുക. പറഞ്ഞാ വേണം. ഓക്കെ, എന്നിട്ട് സെറ്റാണ്. കറക്റ്റ് ലെവലിൽ വെക്കാൻ പറ്റും. അപ്പോൾ പക്ഷെ അത് ഭയങ്കര സ്ലോ ആണ്. നമുക്കത് മതി. നമ്മൾ സ്പീഡാണ്. സാധനം വേണം. അയ്യോ, കയ്യിലുള്ള കാശിന് മൊത്തം ഞാൻ വാങ്ങിക്കാൻ പോയി. ട്രാക്ക് എത്ര എണ്ണം വാങ്ങിക്കാൻ പറ്റുമോ? 8 എണ്ണം. എടാ ഇത്ര ഭൂമി ഉൽക്കമല്ലോ ഉണ്ടായോ അവിടെ? അതല്ലട്ടാ, ഞാനേ ഇതില് ആപ്പിൾ ജ്യൂസ് ഇല്ല. പിന്നെ എങ്ങനെ കൗണ്ട് 42 ഒന്ന് നേരത്തെ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 28 29 30. ഓക്കെ, 31 32 31 34 34 35 36 37 38 39 40. 41 42. അപ്പൊ ഈ ആപ്പിൾ ജ്യൂസാ എന്തോ ഐറ്റപ്പ് 2 എണ്ണമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. ആടാ, ഏതോ ഒരു സാധനം ആളെ പറ്റിക്കുന്നുണ്ട്. രണ്ടെണ്ണമായിട്ട് എന്തോ ഒരു ഐറ്റന്നെ ആളെ പ്രശ്നത്തിലാക്കാൻ വേണ്ടിട്ട്. ആരാടാ നീ പുറത്തോടാ തരുണ്ടെങ്കിൽ? ഇപ്പോഴാണ് കട്ട്. 1 2 3 4 5 6 7 8 9 10 11
12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 39, 40, 41, 42, 43. പ്രശ്നമാണല്ലോ ഇത്. കുഴപ്പമില്ല, നമുക്ക് സെക്ഷൻ വൈസ് ഇവിടെ എൻ്റെ റാക്കുമ്പോൾ കൂടെ വണ്ടിയിട്ട് പോകുന്ന നമുക്കത് ലൈക്ക് ഓരോ ഓർഡർ വെക്കുമ്പോൾ കിട്ടും, അവനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. റാക്ക് ഇവിടെയും കൂടെ റാക്ക് ഉണ്ട്. പിന്നെ നമുക്ക് നടുക്കിലൊക്കെ റാക്ക് വെക്കാം. നമുക്ക് ഇങ്ങനെ ഒരു സെക്ഷനൊക്കെ ഉണ്ടാക്കാം. ഇങ്ങനെ നമുക്കത് ലൈക്ക് ഇതിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന രീതിയിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ആക്കണം. പക്ഷേ പ്രശ്നം റാക്ക് വാങ്ങിക്കാൻ കാശില്ല, അതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ അങ്ങോട്ട് തുടങ്ങാം. ആദ്യം മൈദമാവിൻ്റെ റാക്ക് നമുക്ക് ഇവിടെ വെക്കാം. ഈ ഒരു 2 റാക്ക് ഞാൻ മൈദമാവിന് വേണ്ടി വിട്ടു കൊടുക്കുന്നു. 2 മതിയാ? അത് നോക്കട്ടെ ഏട്ടാ, എത്ര എണ്ണം വെക്കാൻ പറ്റും നോക്കട്ടെ. 8, 16, 24, 32, 40, 48, 56, 64, 72, 80, 88, 96, 104, 112 ആയിരിക്കും അല്ലേ? 120, 120, 128 സാധനം വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മൈദമാവിൻ്റെ റാക്ക് എത്ര എണ്ണം വേണം? 2 എണ്ണം വേണോ? ഇവിടെ വെച്ചൊക്കെ കൊണ്ടുപോയി കള്ളനറി. ഇത് 2 എണ്ണം, അത് 2 എണ്ണം മതി. നമുക്ക് ബാക്കി പിന്നെ സ്റ്റോക്ക് വെക്കാം. ഇല്ല, ഒരു ദിവസം എന്തായാലും 4 വെട്ടിന്ന് വേണ്ടി വരത്തില്ല. അതും കൊണ്ടുപോയി. അപ്പോൾ അത് ഇതും ആ ഒരു കാറ്റഗറി വിട്ട സാധനം, അതും അവിടെ തന്നെ ഇരിക്കട്ടെ. അതും ആ ഒരു റോ വേണ്ടി വരും, ഈ 2 റോ. ഇനി വേറൊരു സാധനം ഉണ്ടല്ലോ, നമുക്ക് ജസ്റ്റ് ടാഗ് വന്നാൽ മതി, സ്റ്റിക്കർ. ബാക്കി നമുക്ക് പിന്നെ സെറ്റപ്പ് ആക്കാം. റാക്കല്ലേ അവിടെ കിടക്കണത്? പിന്നെ റാക്കുണ്ട്. ഓലപ്പെടുത്ത് തുമ്പെടുത്ത് കച്ചറ കൊട്ടിട്ടിരുന്നല്ലേ. അതെ, ഓക്കെ. അപ്പം സെറ്റ്. ഇനി എന്തര്? ഇനി ജ്യൂസൊക്കെ അവിടെ ഇരിക്കട്ടെ. ബ്രെഡ്, പഞ്ചസാര, ബ്രെഡ് അവിടെ ഇരിക്കട്ടെ. ബ്രെഡിന് 2 റോ വേണം. എല്ലാത്തിനും 2 റോ വെച്ച് കൊടുക്കാം. അപ്പോൾ അപ്പം 4 വെട്ടി കയറും. ഇത് സൂസുവിൻ്റെ സാമ്രാജ്യം. 2 സൂസു, 2 4 ഇരിക്കും. ഇനി എന്തര് ആ സെക്ഷനിലോട്ട് പറ്റി എന്തുണ്ട്? കുറച്ച് ആർപ്പിക്ക് വെച്ചാലേ കേട്ടല്ലേ. അറ്റത്തോട്ട് ഐറ്റംസ് ഉണ്ട് കേട്ടാ. സിറിയല്, വേറൊരു സിറിയലും കൊണ്ടുവന്നില്ല, അത് ഇപ്പുറത്ത് അടിയിലിരിക്കട്ടെ. അപ്പൊ സിറിയൽ എടുത്തതിന്റെ മുകളിൽ നിന്ന് തന്നെയല്ലേ അല്ലേ ആയിരിക്കും. മറ്റേ സിറിയലോടാ? ഒളിച്ചിരിക്കുന്നടാ മാറിയെന്ന്. ഇത് താഴ്ത്തിരിക്കട്ടെ, അതിൻ്റെ ഒപ്പത്തിനുള്ള നമുക്ക് വേറെ വെക്കാം. ഇനി വെള്ളത്തിൻ്റെ സെക്ഷൻ, വാട്ടർ സെക്ഷൻ. വാട്ടർ ഇവിടെ, അവിടെ 2 വാട്ടർ ഇരിക്കും. താഴത്ത് എപ്പിസോഡ് ഇരിക്കും. കോളായിട്ട് എന്തായിരുന്നത്? കോളായിട്ട് എന്തായിരുന്നത്? ശരിയല്ല, കോള. അതിൻ്റെ മുകളിൽ ടർക്ക് സോഡ. ഇതൊക്കെ ഇതിൻ്റെ ഒപ്പം അതിൻ്റെ ഒരു റോം കൂടി വരും കേട്ടോ. അതിനുള്ള റോ ആണത്. അയ്യോ, ഇവിടെ ബോട്ടിൽ, അതിൻ്റെ ഇടയിൽ പാലിൻ്റെ ബോട്ടിൽ. പാലിൻ്റെ ബോട്ടിലല്ല, പാൽക്കുപ്പി അല്ല.
ആ തന്നെ. ആ ആപ്പിൾ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്. ഞാൻ ആപ്പിൾ തിന്നും, ഞാൻ കോള കുടിക്കും. ഞാൻ സുന്ദരനല്ലേ, ഞാൻ സുന്ദരനല്ലേ. അപ്പൊ എണ്ണ കുപ്പി മൊത്തം അവിടെ. കുപ്പി ഐറ്റംസ് ഫുൾ അങ്കെ. ഇത് മൊത്തം ഞാൻ നറക്കും. ഒരു 10-100 കുപ്പി എണ്ണക്കുള്ളുണ്ട്. കാപ്പിപ്പൊടി ഇവിടെ അത്യാവശ്യം കയറും കേട്ടോ. അങ്ങനത്തെ പാക്കറ്റ് 2 വേണ്ട എന്നാണ് എൻ്റെ ഒരു ഇത്. 6 പെട്ടിയോളം കയറും. ഇപ്പൊ എത്ര കയറി? 16. എന്ത് പറയുന്നു? ചെറുതൊന്നും അത്ര വേണ്ട, കാരണം സ്ഥലം പോവും. അതങ്ങനെ ഇരുന്നാൽ മതി. ഇത് സ്വീറ്റ് ഐറ്റംസ്. സ്വീറ്റൊക്കെ അവിടെ ഇരിക്കട്ടെ. മുട്ടായും ചോക്ലേറ്റും ഒക്കെ. ഇത് കേട്ടല്ലേ? ഇല്ലേ, സലാഡാ? എന്താണോ, എന്തോ ഒരു സാധനമാണ്. തിന്നുന്ന സാധനം എന്തായാലും. അവിടെ സൂപ്പർ മാർക്കറ്റിൽ അന്നൊരു വെക്കും മറ്റേതൊക്കെ വെക്കും. അർപ്പിക്ക്. ഓക്കെ, അത് 93 കൊണ്ട് കേട്ടാ ക്യാൻഡി. അത് അവിടെ തന്നെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. കഴിഞ്ഞപ്പോൾ ഇവിടെ നിർത്ത്. ഞാൻ എന്നാലും ആ സാധനം എണ്ണം കൂടി എന്താണ് നിങ്ങൾക്കറിയോ? ഞാനത് കണ്ടുപിടിക്കണായിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യാൻ നോക്ക്. ഇതല്ലേ ഞാനൊരു പ്രൊഫഷണൽ. കേക്കും കാര്യങ്ങളും അപ്പുറത്തറവല്ലേ. എന്തായിരുന്നു കേക്കിന്റെ പേര്? ബോൺ പപ്പ കേക്ക് പേരല്ലേ? ഫുള്ള് കേക്ക്. ഏതായാലേ ലുക്കായി സ്റ്റോറേജ് റൂം. ശരിയായ ലുക്ക്. എന്താ? ചോക്ലേറ്റ് ഇവിടെ. ചോക്ലേറ്റ് ഇത് ഞാൻ കട്ട് ചെയ്യുന്നില്ല. ഇത് നിങ്ങൾ ഫുള്ള് കണ്ടോ? മറ്റേ ഞാൻ കട്ട് ചെയ്ത്. ഇതിപ്പോ തന്നെ ലോങ് ഒരു വീഡിയോ ആയി കാണും. സാധാരണ ഞാൻ ഒറ്റ ഞാൻ ഇതിലിങ്ങനെ കട്ട് ചെയ്യാം. ഇതിനെക്കാട്ടും കട്ട് ചെയ്യണമെങ്കിൽ പറയട്ടാ. ഇതും കട്ട് ചെയ്യുവാണെങ്കിൽ നല്ല വുഡും കുറയും ലെങ്ത്. ഇപ്പൊ തന്നെ അത്യാവശ്യമായി തോന്നുന്നു. നീ അത്യാവശ്യം ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഹാൻഡ് വാഷും കാര്യങ്ങളാണ്. അത് ഇവിടെ ഇരിക്കട്ടെ. ഹാൻഡ് വാഷ്. ഇത് ചീസ് ഇതിൻ്റെ ഒപ്പം ഇരുന്നോട്ടെ, കുഴപ്പമില്ല. നമ്മളെ മറ്റേ സാലഡിൻ്റെ ഒപ്പം വരുന്ന സാധനങ്ങളൊക്കെ. ഇനി കുറച്ച് കാശുണ്ടാക്കിയിട്ട് വേണം ഇതൊന്ന് അറക്കാൻ. ഇത് എല്ലാ സെക്ഷനിലും സാധനം നിറക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കട വലുതാക്കി റീഅറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇത് വാങ്ങിക്കാം. എന്താ നമ്മുടെ പ്രൊഡക്റ്റ് ലൈസൻസ് പുതിയത്. നോട്ടിലൊക്കെ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. നോട്ടിലൊക്കെ ഒരു വരി തന്നെ മതി. വരിക്കുള്ളേ ഉള്ളൂ. അതെന്താ റേറ്റോ? ഒരു നോട്ടിലും കൊണ്ട്. ക്ലീൻ ഡിഷ് അത് ഇവിടെ ഇരുന്നോട്ടെ. അതിന് 2 രൂപ വേണം കേട്ടോ. കുറവാ സാധനം, കൊള്ളല് കുറവാ. ചായപ്പൊടി കോഫി ഡാർക്ക്. പാബ്ലോ ഷുഗർ. പാബ്ലോ ഷുഗർ അല്ലേ? ഏതല്ലേ പാബ്ലോ എസ്കോബറിനെ പോലത്തെ സാധനം.
ഐ തിങ്ക് ഒരു 10-30 മിനിറ്റിന്റെ 30 ഒരു 40-50 മിനിറ്റ് ആയി കാണുന്നു തോന്നുന്നു. കുഴപ്പമില്ലല്ലോ അല്ലേ? ഒന്ന് എടാ ഇതെന്തൊരു സാധനോ? ഡോൺ പർമിഗിയാനോ റിഗിയാനോ ഡോപ്പ്. എന്തോ നൂഡിൽസ് ഉണ്ടാക്കുന്ന സാധനം തോന്നണം. എവിടെ പോക്കുക? എവിടെ ഇരിക്കട്ടെ, ചെറിയ പെട്ടല്ലേ. ചെറിയ പെട്ടിയാക്കി, ചെറിയ പെട്ടി ഓർഡർ. അരിയുണ്ട്, അരി ഇവിടെ അരി ഓടിച്ചിട്ട് അവിടെ ചായപ്പൊടി അരി. ആടാ എനിക്ക് ഈ കുപ്പീൻ്റെ നേരെ വെക്കണം, അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഒരു തേനൊക്കെ ആയിട്ട് ആ പെട്ടിക്കകത്ത് ബാക്കി വെച്ചിരിക്കുന്നു. അവനെന്തോ അഹങ്കാരമുണ്ട്. ഓ അരിയാണെന്നല്ലേ ഞാൻ 2 വെച്ചെന്ന് തോന്നുന്നു കേട്ടാ. ആ അരിയാണ് 2 വെച്ച് കൂട്ടിയത്. ഐ തിങ്ക് സോ. അരി ഞാൻ ഇപ്പൊ വേറെ എവിടുന്നല്ലേ അടുത്ത് ചീസ്. അപ്പൊ അതായിരുന്നു 2 ഉള്ള കള്ളനാറി. ആർപ്പിക്കിന് 2 രൂപ വേണം. ഓ ഇതിനൊരു റോ മൊത്തത്തിൽ വേണം കേട്ടാ. പേപ്പർ അതാ ഫുള്ള് റോ ഞാൻ അതിന് വിട്ട് കൊടുക്കുവാണ്. സ്ഥലമില്ല. അതൊരു പ്രശ്നമാണ്. ഇത് നമുക്കൊരു 4 വെക്കാല സ്ഥലം വേണം. ഒരു കാര്യം ചെയ്യും, ഇവിടെ താഴെ കേട്ടെ. ഈ റോ താഴത്ത് മൊത്തം ഞാൻ അതിന് കൊടുക്കുന്നു. മൊത്തം റോയില് മുട്ട. കോഴിമുട്ട, അരി, ചായപ്പൊടി, അങ്ങനെയല്ലേ ആ എല്ലാവരും ഒരു ഓർഡർ അങ്ങനെ ഇരിക്കട്ടെ. വേറെ സെറ്റ് മുട്ടയുണ്ട്, 4 സെറ്റ്. ഇവിടെ അല്ല, അപ്പുറത്ത്. അവിടേക്ക് വേറെ ആൾ വരുന്നുണ്ട്. ഓ ഇത് ഞാൻ എല്ലാം മുക്കിലും മൂലയിലും പോയി നോക്കി സ്റ്റോക്ക് ഇടേണ്ട അവസ്ഥ ആലോചിച്ച് നോക്കി. വേറെ അങ്ങോട്ട് നിങ്ങൾ പറയാട്ടോ അങ്ങനെ എന്തേലും എന്തേലും എത്ര എമൗണ്ട് പൊട്ടിക്കണ ചലഞ്ചോ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതൊക്കെ പറഞ്ഞാൽ നമുക്ക് ചെയ്യാം, പ്രശ്നമുള്ളതല്ല. അല്ലെങ്കിൽ അങ്ങനെ മാറ്റി അറേഞ്ച് ചെയ്യണമെങ്കിൽ അത് പറ. ഇത് വേറെ വല്ല ഐഡിയ ഉണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് സംഭവം. ഞാനൊരു ഗെയിം എന്നുള്ള ഇതിലേക്ക് ഞാൻ എൻ്റെ ഒരു ഐഡിയക്കാണ് ഇത് ഓർഡർ ചെയ്ത് വെക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഇതെന്തൊരു ഒരു ബ്രോ കമൻറ്റ് ചെയ്തിരുന്നു USA സൂപ്പർ മാർക്കറ്റ്. അന്നേരം ഞാൻ പറഞ്ഞിരുന്നു ഇന്നത്തെ വീഡിയോയിൽ സൂപ്പർ മാർക്കറ്റ് അല്ലേ. അപ്പോൾ എനിക്കറിഞ്ഞൂടാ, ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ എൻ്റെ ഐഡിയയിൽ ഗെയിം എന്ന രീതിയിൽ വെക്കുന്നതാണ്. നമുക്കിനി എന്തൊക്കെ അപ്ഡേറ്റ് കൊണ്ടുവരണം? നമുക്ക് കട ഒറ്റയടിക്ക് വലുതാക്കണോ അതോ പതുക്കെ ഇപ്പോൾ കൊണ്ടുവരുന്നത് പോലെ ഓരോ ദിവസം ഇത്ര വലുതാക്കി കൊണ്ടുവന്നാൽ മതിയോ? എന്ത് റേറ്റോ? ഇതിൻ്റെ റോ വേണ്ടി വരുമല്ലോ. ഇതെന്താ ഐറ്റോ? ടൂണ താഴത്ത് നിരന്നിരിക്കട്ടെ. ടൂണ സെറ്റ്. കഴിഞ്ഞാ 43 പ്രൊഡക്റ്റും കേറിയാ? എടേ കാലിയായി. ഒന്ന് എണ്ണ എടുക്കട്ടെ. ആർപ്പിക്ക് 1 2 3 4 5
6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44. എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ. നമുക്ക് ഈ ഷെൽഫ് വെച്ച് നോക്കിയോളാം. ഇങ്ങനെയല്ലല്ലേ? ആ ഇങ്ങനെ നോക്കാം. സിറിയലുണ്ട്, ബ്രെഡ്, നീല ഫ്ലോറ്, മഞ്ഞെണ്ണ. ബ്രെഡ്, നീല ഫ്ലോറ്, മണ്ണെണ്ണ അല്ല മഞ്ഞെണ്ണ. സ്പഗറ്റി സൂസു. സ്പഗറ്റി ഉണ്ട്, സൂസുണ്ട്. വെള്ളം, ചീസ്, കോഫി ഡാർക്ക്. വെള്ളമുണ്ട്, ചീസുണ്ട്, കോഫി ഡാർക്ക് ഉണ്ട്. മുട്ട, പാല്. എടാ പക്ഷെ ഇത് കൂടുതലല്ലേ? എനിക്കത് അങ്ങോട്ടും മനസ്സിലാവുന്നില്ല. 4, 8, 9, 10, 11. 11, 12. ഹേയ് മാറിപ്പോയി. 4, 8, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41. 42. സെറ്റ്. എല്ലാം പറഞ്ഞ പോലെ കറക്റ്റാണ്. ഒന്നുമില്ല, എല്ലാം ശരിയാവും. അവിടെ എൻ്റെ കയ്യിൽ $12 ബാക്കി. കട തുറന്നേ. ഓപ്പൺ ദ ഷോപ്പ്. അതിങ്ങനെ $12 ഞാൻ ഇപ്പം എന്തിനു വാങ്ങി വേറെ? ഞാനൊന്നും വാങ്ങിയില്ലല്ലോ. ഇത്രയും സാധനങ്ങൾ ഇനി പുതിയ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളെ സ്റ്റോറേജ് റൂം സെറ്റ്. സ്റ്റോറേജ് റൂമിലോട്ടുള്ള ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. ഇത് ഞാൻ ഇനി ഫുള്ളാക്കി വെച്ചോണ്ട് അത് ഞാൻ സെറ്റ് ആയിക്കൊണ്ട് ലൈക്ക് ഓഫ്ലൈൻ ഗ്രൈൻഡിങ് അറിയാലോ, ഇത് സെറ്റാക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ സംഭവം. അപ്പോൾ ഞാൻ വീട് നിർത്തുകയാണ്. ഇത് കട തുറന്നിട്ടുണ്ട്. ഇനി കാശുണ്ടാക്കണം. $12 ഞാൻ അവസാനിപ്പിക്കുകയാണ്. $8,000 കൊണ്ട് വന്ന് ഞാൻ ഇന്ന് $12 അവസാനിപ്പിക്കുന്നു. അപ്പം നമ്മൾ സ്റ്റോറേജ് റൂം മാക്സ് ആക്കിയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് കട ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ലൈസൻസ് നോക്കാം. രണ്ട് ആൾക്കാരെ പണിക്കെടുക്കാണ്ട് സ്റ്റോറേജ് റൂമിലും ഒരു ക്യാഷ്യറിന്. പക്ഷെ ഇപ്പോൾ സ്റ്റോറേജ് റൂമിൽ ഐറ്റംസ് കുറവാണ്. അപ്പോൾ നമുക്കത് വന്നിട്ട് എടുക്കാം. അപ്പോൾ ബൈ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നാളെ തന്നെ വരും. ഇനി സൂപ്പർ മാർക്കറ്റിന് നിങ്ങൾ മറ്റേത് കമൻറ്റ് ചെയ്യും കേട്ടോ. മറ്റേത് 10 മണിക്ക് ലൈക്ക് 10 മണി 9:30 ആ ഒരു ടൈമിൽ ഡെയിലി സൂപ്പർ മാർക്കറ്റും ഈവനിങ് വേറെ ഏതെങ്കിലും ഗെയിംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസും. അപ്പോൾ അതെന്തായാലും പറയാം. എല്ലാവരും ലൈക്കൊക്കെ അടിക്കുക. എന്നാലും അടുത്ത വീഡിയോ ഇടുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ ബൈ ഗൈസ്, ടാറ്റാ. ബെല്ലടിച്ച് ഏതായാലും അപ്പം ശരി.